ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് ക്യൂട്ടിസ് ഇന്റർനാഷണൽ ക്ലിനിക്കിലാണ് കേട്ടോ. എന്തിനാണ് വന്നതെന്ന് അറിയാമോ? ബോട്ട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അറൌണ്ട് ഒരു 1 ഇയർ ആയിട്ട് ഞാൻ ഫേസ് ചെയ്യണ ഒരു ഇഷ്യൂ ആണ് കേട്ടോ ഇത്. ഒരെണ്ണം വന്നപ്പോഴത്തേക്കും ഭയങ്കര ശ്രദ്ധിച്ചില്ല, അത് കുറച്ച് സ്പ്രെഡ് ആയിട്ട് ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് വന്നത്. ഇവിടെ ഡോക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇല്ലേ, നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് ഇഷ്യൂ, അത് എന്താണ് നമുക്ക് പരിഹരിക്കാനുള്ള എല്ലാം മെത്തേഡ് അനുസരിച്ചിട്ട് 1 by 1 പ്രൊസീജിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. 4 മാസമായിട്ട് ഞാനിപ്പോൾ ഈ ക്യൂട്ടിസിന്റെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. വേറൊന്നും കൊണ്ടിട്ടല്ല. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ബിയർഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിനും പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ എപ്പോഴും ഞാൻ ക്യൂട്ടിസിൽ വരണതാണ്. അതുകൊണ്ട് എനിക്കിതൊരു പുതിയൊരു അനുഭവമല്ല. ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ലുക്കും എല്ലാം ഞാൻ കാണിച്ചു തരാം. നമുക്കപ്പോൾ പ്രൊസീജിയറിലേക്ക് പോകാം. പ്രൊസീജിയർ നല്ല സ്മൂത്ത് ആയിരുന്നു കേട്ടോ. ജസ്റ്റ് 45 മിനിറ്റ്സ് നമ്മിങ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് അത് ആ ഒരു ബേൺ ചെയ്തിട്ട് ഇങ്ങനെ കളയുവാട്ടോ ചെയ്തത്. പെയിൻഫുൾ ആയിരിക്കും, പോയിന്റ് പെനട്രേറ്റ് ചെയ്യണ പോലെയൊക്കെ ഫീലിംഗ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അത്ര പെയിൻ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് പെയിൻ എന്ന് പറയാൻ പറ്റാ, ജസ്റ്റ് ഒരു ബേണിംഗ് ഫീൽ ഇല്ലേ, ഒരു ഉറുമ്പ് കടിച്ച വേദന അത്ര ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇവൻ സ്റ്റാഫ് ആണെങ്കിലും നല്ല രീതിയിൽ ഓക്കെ കൂൾ, ഇത്രയും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡോക്ടർ ആണെങ്കിലും കംഫർട്ടബിൾ ഒക്കെ ആക്കി. അത് മാത്രമല്ല, എനിക്ക് സ്കിന്നിന്റെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, നമ്മളുടെ ഈ ഫേസിന്റെ ഇവിടെ, അതുപോലെ തന്നെ ബാക്ക് സൈഡ് കംപ്ലീറ്റ്ലി ഒരെണ്ണം പോലും റിമൈൻ ചെയ്യാണ്ട് ഫുൾ രീതിയിൽ ബേൺ ചെയ്ത് നല്ല ക്ലിയർ ആക്കി തന്നു കേട്ടോ. ഇനി 2 വീക്സ് കഴിയാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് വരണം എന്നുണ്ട്. കാരണം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ടാബ് ഫോം ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അതൊക്കെ പോയിട്ട് ഒന്ന് ഡോക്ടർ ഒന്നുകൂടി കാണണം എന്നുണ്ട്. സീരിയസ്ലി ഇനിയും എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ഓവറോൾ എക്സ്പീരിയൻസ് ക്യൂട്ടിസിൽ ഹാപ്പി ആയിരുന്നു കേട്ടോ.